വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇന്നിവിടെ നിൽക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ മാർച്ച് മാസം മുതൽ കേരളത്തിലെ ഒരു വരുമാനവുമില്ലാത്ത നമ്മുടെ സഹോദരിമാർക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്നുള്ള നിലയിൽ പ്രതിമാസം 1000 രൂപ വീതം കൊടുക്കാനുള്ള നടപടി തുടങ്ങിയിരുന്നു. അത് കഴിഞ്ഞ സർക്കാരാണ് അത് ആരംഭിച്ചത്. 2025 ഒക്ടോബർ മാസം തുടങ്ങി മാർച്ച് വരെയുള്ള തുക അവർ കൈപ്പറ്റിയിട്ടുള്ള ഇതുവരെ വാങ്ങിയിട്ടുള്ളവരുടെ എണ്ണം ഏകദേശം 16 ലക്ഷത്തിലധികമാണ് വരിക. പക്ഷേ ഒരു സർവേയുടെ അടിസ്ഥാനത്തിൽ ഒരു 30 ലക്ഷത്തോളം സഹോദരിമാർ ഒരു വരുമാനവുമില്ലാത്ത വീട്ടമ്മമാർ ഉണ്ട് എന്നുള്ളതാണ് കണക്ക്. ഇപ്പോൾ 30 ലക്ഷത്തോളം ആളുകൾക്ക് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ഏകദേശം 3720 കോടി രൂപ കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ച ബജറ്റിൽ അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് ഉണ്ടായിരുന്നു. ഒരു 30 ലക്ഷത്തോളം ആളുകളാണ് കേരളത്തിൽ ഈ പെൻഷൻ വാങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കണക്ക് കൂട്ടിയാൽ അത് 3600 കോടി രൂപ വരും. ഇതിപ്പോൾ 20 ലക്ഷത്തോളം സ്ത്രീകളാണ് വാങ്ങുന്നതെങ്കിൽ 2400 കോടി വരും. ഈ തുക മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ മാർച്ച് മാസത്തിന് ശേഷം പിന്നെ ഇലക്ഷനായി. കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മെയ് മാസത്തെ, മാർച്ചിൽ ഇത് കൊടുത്തിട്ടുണ്ടാകും, ഏപ്രിൽ മെയ് മാസത്തെ 2 മാസത്തെ പെൻഷൻ, ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ നമ്മുടെ പുതുതായിട്ട് വന്ന UDFൻ്റെ സർക്കാർ കൊടുക്കുന്നില്ല. ഇത് വലിയ ചതിയാണ്. കേരളത്തിലെ ഒരു വരുമാനവുമില്ലാത്ത വീട്ടമ്മമാരായ ഒരു കഷ്ണം സോപ്പോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു അത്യാവശ്യത്തിന് പോകാൻ കയ്യിലൊരു 100 രൂപ പോലും എടുക്കാനില്ലാത്ത അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും ചോദിക്കേണ്ടി വരുന്ന ഗതികേടുള്ള നമ്മുടെ സഹോദരിമാർക്ക് ഒരു അനുഗ്രഹമായിരുന്നു ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ. ഇത് കേരളത്തിൽ മാത്രമല്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. കർണാടകയിൽ ഉൾപ്പെടെ, കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ ഉൾപ്പെടെ സ്ത്രീകൾക്ക് കൊടുക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ കേരളത്തിൽ കഴിഞ്ഞ LDF സർക്കാർ തങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, പ്രത്യേകിച്ച് സ്ത്രീകളുടെ പ്രശ്നങ്ങളിലെല്ലാം വളരെ പോസിറ്റീവായി ഇടപെട്ടുകൊണ്ട് സ്ത്രീപക്ഷത്ത് നിന്ന് ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് ഈ പദ്ധതിയും നടപ്പിലാക്കിയ ഗവൺമെൻറ്റിൻ്റെ ആ നല്ല ചെയ്തികൾ തുടർന്നു വരുന്ന ഒരു ഗവൺമെൻറ്റിന് സാധിക്കുന്നില്ല എന്ന് പറയുന്നത് തനി സ്ത്രീവിരുദ്ധമാണ്. സ്ത്രീവിരുദ്ധമായ നിലപാട് ഒരു ഗവൺമെൻറ്റിൽ നിന്നിപ്പോൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ലോകത്തെങ്ങും നമ്മുടെ രാജ്യത്തും എപ്പോഴും എല്ലാവരും, എല്ലാ സ്റ്റേറ്റ് സർക്കാരുകളും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സ്ത്രീകളുടെ ഉന്നമനമാണ്. അവർ സംസാരിക്കുന്നതിൽ ഒട്ടും അതിൽ പിശുക്ക് കാണിക്കുന്നില്ല. സ്ത്രീകളുടെ ഉന്നമനം, സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ള പരിഗണന, ഈ രൂപത്തിലുള്ള പ്രഖ്യാപനം നടത്തുന്നതിൽ കേരളത്തിന് പുറത്തുള്ള ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളും കേന്ദ്ര സർക്കാർ ഉൾപ്പെടെയും പല മാധ്യമങ്ങളിലൂടെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്ത്രീ സുരക്ഷയാണ് ഞങ്ങളുടെ ലക്ഷ്യം, സ്ത്രീ ഉന്നമനമാണ് ഞങ്ങളുടെ ലക്ഷ്യം, അതുകൊണ്ടൊരു പ്രത്യേക പരിഗണനയുണ്ട് എന്നെല്ലാം പറയുന്ന സർക്കാരുകളാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ളതെന്നിരിക്കെ കേരളത്തിലെ സർക്കാരും ഇപ്പോഴത്തെ സർക്കാർ ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തി. ഇന്നലെ KSRTC ബസ്സിൽ അവർക്ക് സൗജന്യ യാത്ര കൊടുക്കുമെന്നുള്ളത് പ്രഖ്യാപിച്ചു. അവർ പറഞ്ഞു 800ഓളം കോടി രൂപയാണ് പ്രതിമാസം വേണ്ടി വരിക എന്നുള്ളതാണ്. ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ കൊടുക്കേണ്ടതിൽ നിന്ന് കൊടുക്കാതെ അത് അവസാനിപ്പിച്ച് ഈ 800 രൂപ 3672 കോടി രൂപയിൽ നിന്ന് ഈ ഒരു 800 കോടി രൂപ ഇങ്ങോട്ടെടുത്ത് KSRTCക്ക് കൊടുക്കാനാണോ ആലോചിക്കുന്നത്? ഒന്ന്. ഇനി KSRTC ബസ്സിലെ സൗജന്യ യാത്ര കൈപ്പറ്റുന്നവരുടെ കാര്യം, സഹോദരിമാരാണല്ലോ, കുട്ടികളും പെൺകുട്ടികളും എല്ലാവരും, നല്ലത്. ഞങ്ങളതിനെ എതിർത്തിട്ടില്ല എന്ന് മാത്രമല്ല, ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്താണ് അവസ്ഥ എന്നറിയോ? ഇന്നലെ ഒരുപാട് ആളുകൾ, ധാരാളം സ്ത്രീകൾ ബസ്സിൽ കയറി എന്നൊക്കെ പറയുമ്പോൾ ഈ യാത്ര ചെയ്യുന്നവരുടെ 90% പേരും എവിടെയെങ്കിലും ജോലി ചെയ്യുന്നവരോ എവിടെയെങ്കിലും ചെറിയ തുച്ഛമായ
അത് ടെക്സ്റ്റൈൽസിലാവാം, ഫാർമസിയിലാവാം, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ആവാം, കൺസ്ട്രക്ഷനാവാം, ഖാദിയിലാവാം, കൈത്തറിയിലാവാം. വളരെ തുച്ഛമായ വരുമാനമുള്ളവർ തന്നെയാണ്. അവർക്കത് കിട്ടുന്നത് തീർച്ചയായും എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഒരു വരുമാനവുമില്ലാത്ത വീട്ടിലെ പണി രാവിലെ 5 മണി മുതൽ രാത്രി 12 മണി വരെ എടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരിമാർക്ക് കിട്ടുന്ന ഈ 1000 രൂപ നഷ്ടപ്പെടുക എന്നിടത്തേക്ക് വന്നു കഴിഞ്ഞാലോ? അതൊന്ന്. രണ്ടാമത്, ഈ 9 മണി എന്ന് പറയുന്ന സമയം ഞാൻ അത്ഭുതപ്പെട്ടു പോയി. യഥാർത്ഥത്തിൽ ഗ്രാമങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്കാണ് നമ്മുടെ സഹോദരിമാർ പലപ്പോഴും യാത്ര ചെയ്യുന്നത്. യാത്ര ചെയ്യേണ്ടി വരുന്നതാണ് പല തൊഴിലും നോക്കിയിട്ട്. ഇപ്പോൾ ഉദാഹരണം, എൻ്റെ നാട്ടിൽ ഞാൻ താമസിക്കുന്ന സ്ഥലം കണ്ണൂർ പഴയങ്ങാടിക്കടുത്ത്. പഴയങ്ങാടിയിൽ നിന്ന് തലശ്ശേരിയിൽ ജോലി ചെയ്യേണ്ടുന്ന ഒരു സഹോദരി, എത്രയോ സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട്, അങ്ങനെ പോകേണ്ടുന്ന സഹോദരി, അല്ലെങ്കിൽ കാസർഗോഡ് പോകേണ്ടുന്ന ഒരു സഹോദരി 9 മണിക്ക് പോയാൽ 11 മണിക്ക് എത്തൂ. 9 മണിക്ക് ശേഷം മാത്രമേ യാത്ര. യഥാർത്ഥത്തിൽ 6 മണി മുതൽ, 6 മണിയല്ല, അതിനേക്കാളും നേരത്തെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരുണ്ട്, എനിക്കറിയാം. എന്നാലും എങ്കിൽ പോലും 6 മണി മുതൽ 6 മണി വരെ എന്നെങ്കിലും ഈ ജോലി ചെയ്യുന്ന സഹോദരിമാർ, യാത്ര ചെയ്യുന്ന സഹോദരിമാരുടെ ഒരാവശ്യവും അവരുടെ നെസസിറ്റി, അതൊരു വളരെ അത്യാവശ്യമാണ്. അവരുടെ കാര്യത്തിൽ അവരാണ് 90% എന്ന് ഞാൻ പറയും. പിന്നെ വിരുന്ന് പോകുന്നവരും അല്ലാത്തവരൊക്കെ കുറച്ച് പേരുണ്ടാവും. അവരൊക്കെ ഇപ്പം ഈ അടുത്ത കാലത്ത് ഒന്നിച്ച് പോകുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കാറ് പിടിച്ചങ്ങ് പോകും. ബസ്സിൽ പോകുന്നവർ മിക്കവാറും തൊഴിലെടുക്കുന്ന സ്ത്രീകളാണ്. ഈ തൊഴിലെടുക്കുന്ന സ്ത്രീകളെ ഉദ്ദേശിച്ചാണ് ഈ ഒരു സൗജന്യ യാത്ര ഉദ്ദേശിക്കുന്നതെങ്കിൽ ഗവൺമെൻറ് ചെയ്യേണ്ടിയിരിക്കുന്നത് അതിൻ്റെ ടൈം മാറ്റണം. അതിൻ്റെ സമയം 6 മണി മുതൽ 6 മണി വരെ ആക്കണം. എങ്കിൽ ടൈമിംഗ് ഇല്ലല്ലോ ടീച്ചറെ. 9 മണി മുതൽ എന്ന് പറഞ്ഞു. അത് ഇന്നലത്തെ കാര്യം പറഞ്ഞത് ആണോ? ഇന്നലത്തെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ മാത്രം പറഞ്ഞു. ഇന്നലെ 9 മണി മുതൽ. ഓ, എന്നാൽ അത് എനിക്ക് എന്നാൽ ഞാൻ കേട്ടത് 9 മണി മുതൽ ആണെന്നാണ്. അപ്പോൾ 6 മണി മുതൽ ടൈം ഇല്ല, ഏത് സമയത്തും എപ്പോഴും കയറാം. അത് അങ്ങനെയാണെങ്കിൽ അത് സോറി, അതെനിക്ക് വന്നിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. ഇന്നലെ മാത്രം 9 മണി മുതൽ. അത് അങ്ങനെയാണെങ്കിൽ അതിന് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ടൈമിംഗ് ഇല്ല എന്നാണെങ്കിൽ അത് വളരെ നല്ല കാര്യം. അത് അവർക്ക് തൊഴിലെടുക്കുന്ന സ്ത്രീകൾക്ക് അതൊരു വലിയ കാര്യം. പക്ഷേ ആ തൊഴിലെടുക്കുന്ന സ്ത്രീകൾക്ക് ഈ ആനുകൂല്യം ചിലപ്പോൾ ഒരു പ്രതിമാസം 2500 അല്ലെങ്കിൽ 3000 രൂപ കിട്ടുമായിരിക്കും, 2000 കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ ഒരു 1000 കിട്ടുന്ന പല രൂപത്തിലായിരിക്കും. ചിലർക്ക് 500 ആയിരിക്കും, ചിലർക്ക് 1000 ആയിരിക്കും. കിട്ടട്ടെ. പക്ഷേ ഒരു വരുമാനമില്ലാത്ത നമ്മുടെ സഹോദരിമാരുടെ കാര്യത്തിൽ 2 മാസമായിട്ട് കൊടുക്കുന്നില്ല. അതുകൊണ്ട് അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വരണം കേരളത്തിലെ സ്ത്രീകളിൽ നിന്ന്.